ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ടേസ്റ്റ് ഓഫ് ലവിലേക്ക് സ്വാഗതം. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ വരുന്നത്. എല്ലാവരും ക്ഷമിക്കുക, നമുക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത് കാരണമാണ് നമ്മൾ ഇച്ചിരി ഡിലേ വന്നിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. അപ്പം നമുക്കിന്ന് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം വെക്കാൻ പോകുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് അടുപ്പിലേക്ക് പാൻ വെച്ചിട്ടുണ്ട് ചൂടാകാനായിട്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ഹാഫ് തേങ്ങ ഞാൻ നന്നായിട്ട് തിരുമ്മി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 5 കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ കറിവേപ്പിലയാണ്. സാധാരണ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ പുളി വേണം, ഒരു ചെറിയ കഷ്ണം പുളി വേണം. പിന്നെ ഇതിലേക്ക് വറ്റൽമുളകാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാൻ 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 2 വറ്റൽമുളക് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ഉപയോഗിക്കുക. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ തേങ്ങയൊന്നും നമുക്ക് വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആക്കി നമ്മൾ ഈ തേങ്ങ കരിഞ്ഞു പോകാതെ തീ കുറച്ചിട്ട് ഇതൊരു ബ്രൗൺ കളറാക്കി എടുക്കുക. ഈ തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ ഈ വറ്റൽമുളകും ഉള്ളിയും കറിവേപ്പിലയും നമ്മൾ ഇടുക. അപ്പോൾ ഇതാദ്യം നമുക്ക് ചെയ്യാം. ഈ പാനിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട് പാന്. അപ്പം നമ്മൾ ചൂടതനുസരിച്ച് നോക്കി വേണം കൊടുക്കാൻ. തേങ്ങ കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ ചട്നീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ ഇത് ആക്കിയെടുക്കുക, വറുത്തെടുക്കുക. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മളിത് ഈ പരുവത്തിന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പിടണം. ഉപ്പും അതുപോലെ ഒരു ചെറിയ കഷ്ണം പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി. ഇനി ഒരല്പം അത് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഒരിത്തിരി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് 2 വറ്റൽമുളകിൻ്റെ എരിവ് അത് പോരാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അല്പം മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിവിടെ ഈ വറ്റൽമുളകിന് എരിവുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അരച്ചെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പണ്ട് കാലത്ത് നമ്മൾ ചുട്ടെടുത്ത് തേങ്ങ ചുട്ട് അടുപ്പിലിട്ട് ചുട്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കായിരുന്നു അല്ലേ. അതിന് പകരം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ സമയമുള്ളപ്പം കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി എടുത്ത് ഇതുപോലെയൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാറാനായിട്ട് വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഇത് കണ്ടോ, ഞാൻ ഈ ഒരു ചെറിയ കഷ്ണം പൊടിയാണ് ഇതിനകത്തിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ അത് ഇതായില്ല, അതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ തേങ്ങ അതുകൊണ്ടാണ് ഇതിലെല്ലാം പറ്റിയിരിക്കുന്നത്. വീണ്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതെടുത്തതാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി ഇപ്പം ഞാൻ ഗ്യാസെല്ലാം ഓഫാക്കിയിട്ട് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി ഇങ്ങനെ ചുമ്മാ നിരത്തിയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ആ ഒരു പുളി കഷ്ണവും ഇട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്, നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഞാൻ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ്, ആറാൻ വെച്ച സമയത്താണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ കല്ലിലോ അരച്ചെടുക്കാം. ഞാൻ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഉപ്പെടുത്തിട്ടുണ്ട്, ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മാറിക്കഴിയുമ്പോൾ ഇതെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ കല്ലയിലോ അരച്ചെടുക്കുക. അതിപ്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്ത് അരച്ച് എടുക്കുക. ഒത്തിരി അങ്ങ് വെള്ളം കോരി ഒഴിക്കരുത് കേട്ടോ. ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് നോക്കി അരച്ചെടുക്കുക. ഞാൻ ഈ മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉള്ളിയും വറ്റൽമുളകും ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്.
നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഉള്ളിയും വറ്റൽമുളകും നമ്മൾ ഇതാക്കി വെച്ചേക്കുന്നതല്ലേ, വറുത്ത് വെച്ചേക്കുന്നതിനകത്തുനിന്ന് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറകെ പുളി കഷ്ണവും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി ഐറ്റംസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഇവിടെ തേങ്ങ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ അരച്ച് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ വരും. ഇതേപോലെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് കറക്കി കൊടുത്ത് അരച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. നമ്മൾ കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കണം. ഇതേപോലെ ഇങ്ങനെ കറക്കി അത് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.